പിടിക്ക പിടിക്ക. ഞാൻ എവിടെ നോക്കിയാടാ പിടിച്ചത്? ആര് പിടിച്ചു? ഞാൻ പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു എടുത്തു പോക്കാൻ? എന്താ ഓ എന്റെ ഭഗവതി, ഞങ്ങള് സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. എങ്ങോട്ട് വരികയായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ. എടാ, എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഈ തകർത്തിട്ടിരിക്കുന്നത്. ഓഹോ, പഴയ സാധനങ്ങളായിരുന്നോ? ഞാൻ പുത്തം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സാരമില്ല. കൊട്ടാരത്തിലെ ആന്റിക് സാധനങ്ങളെല്ലാം പൊട്ടിച്ച് തവിടുപൊടിയാക്കിയിട്ട് ഇപ്പൊ സാരമില്ലെന്നോ? എടാ സുന്ദരേശ, എടാ സുന്ദരേശ, ഇവനിത് എവിടെ പോയി കിടക്കുക? സുന്ദരേശ, ഇത്രയും അടുത്ത് നിന്നിട്ട് എന്തിനാ കഴുത ഇങ്ങനെ കാണുന്നത്? അടുത്തേക്കല്ല കഴുതേന്റെ ഒച്ചെടുത്ത് വിളിക്കുന്നേ. നീ ന്യായം ഒന്നും പറയാണ്ട് ഈ സാധനങ്ങളെല്ലാം ഇവന്റെ പേര് പറ്റരുത്. നശിപ്പിച്ച സാധനങ്ങളെല്ലാം വില ഈടാക്കാണ്ട് ഇവനെ പുറത്തയക്കണ്ട. തമ്പു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. താൻ വന്ന് പറ്റു പുസ്തകത്തിൽ ഒപ്പിട്ടിട്ട് പോയിക്കോ. സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അവസാനം എഴുതി ചേർത്തോളാം. ഇനിയും പൊട്ടിക്കാനുണ്ടല്ലോ മാർക്ക്. പിന്നെ പൊട്ടിച്ചോ? പൊട്ടിച്ചില്ല. പുരാവസ്തു ഒരിക്കൽ കൂടി തറ വിടാതാ. ഞാൻ മതി രണ്ടോ പൊട്ടി വന്നോളാം. ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വെട്ടിക്കളെ പണിയെടുപ്പിച്ച് ഇതിന്റെ മുതലും പലിശ ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടും.